ഇവിടെ ദീപക് ധൻകറുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ചോദിച്ചതായ ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 5 എന്നത് ദ യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഭാഗം 6 സംസ്ഥാനങ്ങളാണ്. അതിലെ 1-ാം അധ്യായം ചാപ്റ്റർ 1 എന്നുള്ളത് എക്സിക്യൂട്ടീവാണ്, കാര്യനിർവഹണ സമിതിയാണ്. അങ്ങനെ ചാപ്റ്റർ 1 എക്സിക്യൂട്ടീവിൽ ആർട്ടിക്കിൾ അനുച്ഛേദം 63 വൈസ് പ്രസിഡൻറ്റ് അഥവാ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. അത് സ്മൃതി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാന്യ സുഹൃത്തുക്കളും അനുച്ഛേദം 65(2) പറയുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആർട്ടിക്കിൾ 65(2) പറയുന്ന, ഞാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. When the president is unable to discharge his functions owing to absence, illness or any other cause, the vice president shall discharge his functions until the date on which the president resumes his duties. അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതിക്ക് തൻ്റേതായ ആ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതാവുക, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അങ്ങനെ ഒരാൾ വ്യക്തി ഇല്ലാതാവുക, അപ്പോൾ സ്വാഭാവികമായി ഉപരാഷ്ട്രപതി സ്റ്റെപ്സ് ഇൻ ടു എന്നതാണ്. എന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെ ഇകഴ്ത്തി, അത്തരത്തിൽ പരിഹസിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച്, അങ്ങനെ വിമർശിച്ച്, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. പാർലമെൻറ്റിനകത്ത് പല ചർച്ചകളും ഉണ്ടാവും, പ്രത്യേകിച്ചും ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭയിൽ പല ചർച്ചകളും ഉണ്ടാവും. ആ ചർച്ചകളിൽ തന്നെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് വഴിവിട്ടു പോകുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന് സഭ അധ്യക്ഷന്, ചെയറിന് സംശയം വന്നാൽ അപ്പോൾ ഇടപെടുകയും നിയന്ത്രിക്കുകയും, അങ്ങനെ ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസർമാരെക്കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ, അങ്ങനെ സുപ്രീം കോടതി, ഹൈക്കോടതി, അങ്ങനെ ജുഡീഷ്യൽ ഓഫീസർമാരെക്കുറിച്ച് വന്നാൽ ചിലപ്പോൾ അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും. എന്നുകൂടി ഞാൻ പറയാം സ്മൃതിയോട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം പല കാര്യങ്ങളും അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി ഉന്നയിക്കും, വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ മറുപടി പറയാനുള്ളൊരവസരമുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാൽ പൊതുപ്രവർത്തകർക്ക് മറുപടി പറയാനായി അത്തരം കാര്യങ്ങൾ കഴിയും. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ ജുഡീഷ്യറിയിൽ അത്തരത്തിൽ ആ ചുമതലകൾ നിർവഹിക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ആക്ഷേപശരങ്ങൾ അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടാൽ, അതും പ്രത്യേകിച്ചും ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നവരിൽ നിന്നാണെങ്കിൽ അവർക്കങ്ങനെ മറുപടി പറയാനായി കഴിയില്ല. ഇവിടെ ശ്രീ നിഷികാന്ത് ദുബെയിൽ നിന്ന് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത് എന്നുള്ളതുപോലെ തന്നെ ശ്രീ ദീപക് ധൻകറിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ആദ്യമല്ല. തൻ്റെ സഭയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ജയദീപ് ധൻകറിന് അതെ, എനിക്ക് പേര് തെറ്റി, ക്ഷമിക്കണം ദയവായി. ശ്രീ ധൻകർ അദ്ദേഹം വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അദ്ദേഹം അവിടെ പറയേണ്ട കാര്യങ്ങൾ, അതിലുള്ള അംഗങ്ങളെ സംബന്ധിച്ച് പൊതുവേദിയിൽ വന്ന് പൊതുയോഗത്തിൽ പറയുന്നതായിട്ടുള്ള നില, അങ്ങനെ ഒന്നും ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, തീരുന്നില്ല. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അതിൻ്റെ സെക്രട്ടേറിയൽ ജോലി ചെയ്യുന്നത് പാർലമെൻറ്റിലെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നടാടെ 18-ാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റുള്ള ഉപരാഷ്ട്രപതി പാർലമെൻറ്റിൽ ഇത്തരത്തിലൊരു അംഗമല്ല, പാർലമെൻറ്റിൽ അംഗമേ അല്ല, അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ പാർലമെൻറ്റിൻ്റെ സെക്രട്ടേറിയൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നൊരു നിലയിലേക്ക് വന്നു. തീരുന്നില്ല. പാർലമെൻറ്റിൻ്റേതായ അകത്ത് അതിൻ്റെ ആ സുരക്ഷാ ചുമതലയും കാര്യങ്ങൾ സ്മൃതി പോയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കൂട്ടുകാർ സഹപ്രവർത്തകരോട് ചോദിക്കുക. പഴയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പാർലമെൻറ്റിൽ കാണുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള തൊപ്പിക്കാരും ആ സിവിലിയൻ വേഷക്കാരുമൊന്നുമല്ല, പകരം BSFകാരാണ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള നിലയിലേക്ക് ഒരു അർദ്ധ സൈനികമായ ഭീഷണി ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെ പാർലമെൻറ്റ് അംഗങ്ങൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വന്ന് പ്രസംഗിച്ചിട്ട് പൊയ്ക്കൊള്ളുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ. ഇവിടെ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള കടന്നാക്രമണം എന്നുള്ളത് ഇത് വളരെ ബോധപൂർവമാണ്, ഇത് നിന്ദ്യമാണ്. ഇത് നമ്മളെല്ലാവരും കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതികരിച്ചാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. ഞാനൊന്ന് സുപ്രീം കോടതി അഭിഭാഷകനിലേക്ക് പോകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.